നിയമത്തെ രക്ഷിക്കാൻ കോൺഗ്രസ് വിളിക്കുകയാണ് വൈഷ്ണ സുരേഷിനെ. വലിയ അട്ടിമറികൾ സംഭവിച്ചില്ലെങ്കിൽ നേമത്ത് വൈഷ്ണ സുരേഷ് ജനവിധി തേടും. മുതിർന്ന നേതാക്കന്മാർ പിന്മാറിയതോടെയാണ് വൈഷ്ണയെ കോൺഗ്രസ് വിളിക്കുന്നത്. ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമായിരുന്നിട്ടും നേമത്ത് മത്സരിക്കാൻ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ വിമുഖത കാണിക്കുകയാണെന്ന് നേരത്തെ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. മറ്റു മണ്ഡലങ്ങളിൽ ടിക്കറ്റ് തേടുന്ന നിരവധി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ RSSൽ നിന്നുള്ള തിരിച്ചടി ഭയന്ന് നേമത്ത് മത്സരിക്കാൻ മടിക്കുന്നതായിട്ടാണ് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുൻ KPCC പ്രസിഡന്റ് K മുരളീധരനെയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയിരുന്നത്. അന്ന് മുരളി മത്സരിച്ചതോടെയാണ് അവിടെ BJP തോൽവി ഏറ്റുവാങ്ങിയത്. ഇക്കുറി വൈഷ്ണവ് വന്ന് കാര്യമായി വോട്ട് പിടിച്ചെങ്കിൽ മാത്രമേ അവിടെ CPM രക്ഷപ്പെടൂ എന്ന് കാണാം. ഈ സാഹചര്യത്തിൽ വൈഷ്ണയെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇക്കുറി V ശിവൻകുട്ടി തന്നെ അവിടെ ജനവിധി തേടുമെന്നിരിക്കെ BJPക്ക് വേണ്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കാൻ ഇറങ്ങുമെന്നത് ഉറപ്പായിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് BJP ഏറെ പ്രതീക്ഷയർപ്പിക്കുന്ന ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലമാണ് നേമം. മുൻപ് രാജഗോപാലിലൂടെ BJP നിയമസഭയിൽ അക്കൗണ്ട് തുറന്നതും നേമത്താണ്. V ശിവൻകുട്ടിയെ നിർത്തി CPM നേമമണ്ഡലം പിന്നീട് പിടിക്കുകയായിരുന്നു. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും നേമത്ത് പറ്റിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കോൺഗ്രസിന് സാധിക്കാത്ത അവസ്ഥയിലാണ് വൈഷ്ണയെ രംഗത്തിറക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേമം നിയമസഭാ മണ്ഡലത്തിൽ 60,000-ലധികം വോട്ടുകൾ നേടിയ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ട് ബലത്തിലാണ് നേമത്ത് തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. 2016 BJP ആദ്യമായി വിജയിച്ച നിയമസഭാ സീറ്റാണ് നേമം. പ്രതിപക്ഷമായ UDF അവിടെ ഒരു ചെറിയ സഖ്യകക്ഷിക്കായിരുന്നു അന്ന് സീറ്റ് നൽകിയിരുന്നത്. BJPയുടെ അപ്രതീക്ഷിത വിജയത്തോടെ രാഷ്ട്രീയമായ ഹൈ വോൾട്ടേജ് മണ്ഡലമായി പിന്നീട് നേമം മാറി. അന്ന് CPMന്റെ V ശിവൻകുട്ടിയെയാണ് BJPയിലെ രാജഗോപാൽ തോൽപ്പിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുൻ KPCC പ്രസിഡന്റ് K മുരളീധരനെയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയത്. BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരനെയും സ്ഥാനാർത്ഥിയാക്കി. CPMന്റെ V ശിവൻകുട്ടിയാണ് അവിടെ നിന്ന് വിജയിച്ചത്. അതേസമയം K മുരളീധരൻ നേടിയ 36,524 വോട്ടുകൾ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായകമായി മാറി. ആ അത്ഭുതമാണ് അവിടെ CPM വീണ്ടും പ്രതീക്ഷിക്കുന്നത്. മന്ത്രി V ശിവൻകുട്ടിയും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമാണ് നേമത്ത് യഥാക്രമം CPM BJP സ്ഥാനാർത്ഥികൾ എന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാം. മുൻപ് BJP അക്കൗണ്ട് തുറന്ന മണ്ഡലമായതുകൊണ്ട് തന്നെ BJPയുടെ A ക്ലാസ് മണ്ഡലം തന്നെയാണ് നേമം എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ മണ്ഡലത്തിലേക്ക് ആദ്യം KS ശബരിനാഥൻ, VS ശിവകുമാർ, നേമം ഷജീർ എന്നിവരെ പരിഗണിച്ചിരുന്നു. എന്നാൽ ശിവകുമാറും ശബരിനാഥനും തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കാനാണ് താല്പര്യം പ്രകടിപ്പിച്ചത്. ഇതോടെയാണ് നേമം അനാഥമായത്. അവിടെയാണ് വൈഷ്ണ പറന്നിറങ്ങുന്നത്. നിലവിൽ മുട്ടട വാർഡ് കൗൺസിലറാണ് വൈഷ്ണ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നാലെ വിവാദങ്ങൾ ഉടലെടുത്തിരുന്നു. ഹൈക്കോടതി ഇടപെട്ടതോടെയാണ് വൈഷ്ണയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാഹചര്യം ഒരുക്കിയത്. വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ CPM രംഗത്ത് വന്നത് ഏറെ വിവാദമായിരുന്നു. CPMന്റെ പരാതിയെ തുടർന്ന് വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളുകയും ചെയ്തിരുന്നു. ഒടുവിൽ ഹൈക്കോടതി തീർപ്പ് കൽപ്പിച്ചതോടെ മത്സരിക്കാനിറങ്ങിയ വൈഷ്ണ വാശിയേറിയ പോരാട്ടത്തിൽ വിജയിച്ച് കൗൺസിലർ ആവുകയും ചെയ്തു. തത്വത്തിൽ വെറും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടല്ല വൈഷ്ണ ജനവിധി തേടുന്നത്. ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് ഈ മിടുക്കി എന്ന് പറയാനാണ് വോട്ടർമാർക്ക് താല്പര്യം.